ഹലോ എവരി വൺ, വെൽക്കം ടു റൈൽസ് അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈക്കോളജിയിൽ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡെവലപ്മെന്റ്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയില് എന്താണ് ഡെവലപ്മെന്റ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന്റെ ബേസിക്സ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഡെവലപ്മെന്റ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിന്റെ കൂടെ തന്നെ ഡെവലപ്മെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഓക്കെ, പിന്നെ ഇനി നെക്സ്റ്റ് നമ്മൾ ഓരോ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് ഇനി അപ്കമിങ് ഡേയ്സിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ് കിട്ടാനും വേണ്ടി നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോക്ക് ടെസ്റ്റുകൾ, കേട്ടറ്റുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ്, ഓക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ നടത്തുന്നതായിരിക്കും. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഐ വിൽ സ്റ്റാർട്ട് ദ സെഷൻ എനിവേ. ഡെവലപ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേ തന്നെ ഗ്രോത്ത്, ഡെവലപ്മെന്റ് എന്ന് പറയുന്ന 2 ഫാക്ടർ ഉണ്ട്. അത് രണ്ടും തമ്മിലുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മിച്ച് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോഡ് ഭാഷയിൽ ഞാൻ പറഞ്ഞുതരാം. എന്താണ് ഗ്രോത്ത്, എന്താണ് ഡെവലപ്മെന്റ്? ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കെയിലാണ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെറിയ ചെടിയാണ്, അല്ലെ? സ്കെയിൽ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, അല്ലെ? 10 സെന്റിമീറ്റർ ആണോ, 20 സെന്റിമീറ്റർ ആണോ, 30 ആണോ, 1 മീറ്റർ ആണോ? ഓക്കെ, അങ്ങനെ നമ്മൾക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ എന്ത് ചെയ്യുക? സ്കെയിൽ യൂസ് ചെയ്യുക. ഇത് തന്നെയാണ് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ഹൈറ്റ്, ആ കുട്ടിയുടെ വെയിറ്റ്, ആ കുട്ടിയുടെ പല്ലിന്റെ വളർച്ച കൂടിയോ, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗ്രോത്ത് എന്ന് പറയുന്നത്. സിമ്പിൾ ആണ്. അതേ സമയത്ത് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? അതൊരു ചെടിയാണ്, അല്ലെ? ചെടി എന്ന് പറയുമ്പോൾ എന്താണ്? അത് വളർന്ന് അതിൽ നിന്ന് ഒരുപാട് ഇലകൾ ഉണ്ടാവും. ഓക്കെ, ആ ഇലകളൊക്കെ ഇങ്ങനെ വളർന്ന് ആ മരം പല പല ആംഗിളിൽ അതിങ്ങനെ വലുതായി. ഓക്കെ, പല പല ഫാക്ടേഴ്സുകൾ അതിങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യും, അല്ലെ? ഒരുപാട് കാര്യങ്ങളൊക്കെ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് ഫെർട്ടിലൈസർ ഉണ്ടാവും, സൺലൈറ്റ് ഉണ്ടാവും, ഓക്കെ, വാട്ടർ ഉണ്ടാവും, എല്ലാം എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് പിന്നെ അതിൽ നിന്ന് പഴങ്ങൾ ഉണ്ടാവും. ഓക്കെ, ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ബെറ്റർ ആണ്. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ബിഗർ ആണ്, ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ബെറ്റർ ആണ്. ബെറ്റർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഇമോഷണലി എന്താണ്? ഡെവലപ്മെന്റ് ആകുന്നുണ്ടോ? അതുപോലെ തന്നെ ആ കുട്ടി എന്താണ്? കോഗ്നിറ്റീവ് പരമായിട്ട് ചിന്തിക്കാനുള്ള എബിലിറ്റി ആ കുട്ടിക്ക് എന്താണ്? ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഈ ഗ്രോത്ത്, ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണ്? നമ്മൾ മെഷർ ചെയ്യാണ്, വളർച്ച മെഷർ ചെയ്യാണ്. എങ്ങനെയുള്ള വളർച്ച? ഫിസിക്കലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് വളർച്ച. ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ കുട്ടിയുടെ ഇന്റേണലിയും അതുപോലെ തന്നെ എക്സ്റ്റേണലും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളർച്ചയുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ വളരുന്നുണ്ടോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ എന്ത് പറയാ? ഡെവലപ്മെന്റ് എന്ന് പറയാം. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് തിയററ്റിക്കലി ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ബേസിക് ഒരു പിക്ചർ തന്നതാണ്. ഓക്കെ, ഇത് തമ്മിലുള്ള പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ എന്താണ് ഡെഫിനിഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. സോ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദി കണ്ടിന്യൂസ് process of changes in a person's body, mind, language, emotions and relationship from conception to death. അല്ലെ? ഒരു മനുഷ്യൻ അദ്ദേഹം വളർന്നത് മുതൽ മരണം വരെ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെ ഒരുപാട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ചേഞ്ചുകൾ നടക്കും. എവിടേക്കാണ് ചേഞ്ചുകൾ നടക്കുക? ബോഡി, ശരീരത്തിൽ ചേഞ്ചുകൾ നടക്കും. മൈൻഡ്, അല്ലെ? മൈൻഡിൽ ഒരുപാട് ചേഞ്ചുകൾ നടക്കും, അല്ലെ? നമ്മൾ ഇമോഷണലി മെച്ചുവേർഡ് ആകുന്ന ഒരുപാട് സ്റ്റേജസ് ഉണ്ട്. ലാംഗ്വേജ്, നമ്മുടെ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ്, ഇമോഷൻസ്, ഓക്കെ, അതുപോലെ തന്നെ ബന്ധങ്ങൾ, ഇതെല്ലാം എന്താണ്? ഓരോ മനുഷ്യൻ അദ്ദേഹത്തിന്റെ ആ ജനനം മുതൽ മരണം വരെ എന്താണ്? ഒരുപാട് പ്രോസസ്സിലൂടെ കടന്നു പോകും. അതിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്, വലിയ റോക്കറ്റ് സയൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. ഓക്കെ, കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ചേഞ്ചസ് ആണ്. എന്തിലുള്ള ചേഞ്ചസ് ആണ്? ബോഡി, മൈൻഡ്, ലാംഗ്വേജ്, ഇമോഷൻസ് ആൻഡ് റിലേഷൻഷിപ്പ് ഫ്രം കോൺസെപ്ഷൻ ടു ഡെത്ത് ആണ്. ഓക്കെ, ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. തിങ്ക് അബൌട്ട് എ 5-year-old ചൈൽഡ്. ഒരു 5 വയസ്സുള്ള കുട്ടി നിങ്ങൾ ചിന്തിക്കുക. ലേൺ ടു കൗണ്ട് നമ്പേഴ്സ്. ആ കുട്ടി ജനിച്ചിട്ട്
കുറച്ച് കഴിയുമ്പോൾ എന്താണ് 1, 2, 3 എന്താണ് നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടി പഠിക്കുകയാണ്, റൈറ്റ്? അതെന്താണ്? കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. ആ കുട്ടിയുടെ കൊഗ്നിറ്റീവ് ഡെവലപ്പ് ചെയ്തു വരികയാണ്. സ്പീക്സ് ഇൻ ഫുൾ സെന്റൻസ് അല്ലെ? കുട്ടിക്ക് ആദ്യം ചിലപ്പം അച്ഛൻ അമ്മ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. പിന്നീട് എന്താണ് അച്ഛൻ ചിരിച്ചു, അമ്മ ചിരിച്ചു, അങ്ങനെ ഓരോ സെന്റൻസുകളും ഓരോ വേർഡ്സുകളും കണക്ട് ചെയ്ത് ഒരു സെന്റൻസ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിൽ ആ കുട്ടിയുടെ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യാണ്. അതാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പ്ലേസ് ആൻഡ് ഷെയർ ടോയ്സ് വിത്ത് ഫ്രണ്ട്സ് അല്ലെ? അതായത് നമ്മള് ഒരു സാമൂഹിക ജീവിയാണ്, നമ്മൾ ഷെയറിംഗ് ആണ് കെയറിംഗ് എന്ന് കുട്ടിക്ക് എന്താണ് ചെറുപ്പം മുതലേ ചെറിയ ചെറിയ എക്സാമ്പിൾസ് കുട്ടി ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നതോടെ മനസ്സിലാവും. അച്ഛൻ വരുന്നു, ഭക്ഷണം അമ്മക്ക് കൊടുക്കുന്നു, അമ്മ ഭക്ഷണം അച്ഛന് കൊടുക്കുന്നു. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും എന്താണ് ഇതൊരു പ്രോസസ്സാണ് അല്ലെ? മനുഷ്യന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങലും കൊടുക്കലും വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഘടകമാണ്. ആ കുട്ടി എന്ത് ചെയ്യണം? അതേപോലെ ടോയ്സ് തന്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ വീട്ടിൽ വരുന്ന ഗസ്റ്റിന് കൊടുക്കുകയാണ്. അതാണ് സോഷ്യൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? ഇതാണ് വളരെ ബേസിക്കലി ഡെവലപ്മെന്റ് എന്നുള്ളൊരു ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കീ പോയിന്റ്സുകൾ എന്നുള്ളത്. ഐ ഹോപ്പ് ദ കോൺസെപ്റ്റ് ഈസ് ക്ലിയർ ആൻഡ് കൺസൈസ്. സംശയം വരാനുള്ള ഒരു സാധ്യതയില്ല. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് മതി. ഐ വിൽ ബി ദർ. ഓക്കെ, എന്ത് സംശയങ്ങൾ നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ ചോദിക്കാവുന്നതാണ്. ഓക്കെ ഫൈൻ. നമുക്കിനി എന്താണ് വളരെ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സുകൾ. ഓക്കെ, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മനുഷ്യരിലും വ്യത്യസ്തമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയയാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്, റൈറ്റ്? അതുകൊണ്ട് തന്നെ ഈ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ഘടകങ്ങളുണ്ട്. നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എന്ത്? ബയോളജിക്കൽ പ്രോസസ് എന്ന് പറയുന്നത്. എന്താണ് ബയോളജിക്കൽ പ്രോസസ്? നമുക്ക് നോക്കാം. ബയോളജിക്കൽ പ്രോസസ് ആർ ദി ഫിസിക്കൽ ചേഞ്ചസ് ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂ ടു ദി ജീൻസ് ഇൻഹെറിറ്റഡ് ഫ്രം പാരന്റ്സ് അല്ലെ? കുട്ടിയുടെ പാരന്റ്സിൽ നിന്ന് കുട്ടിക്ക് ലഭിക്കുന്ന ജീൻസ് കാരണം ആ കുട്ടിയുടെ എന്താണ് ആ കുട്ടിയിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന ബയോളജിക്കൽ പ്രോസസ് എന്ന് പറയുന്നത്. ഇത് ഹ്യൂമൻ ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആണ് അല്ലെ? ജീൻസ് ഇൻഹെറിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്, റൈറ്റ്? ദീസ് ഇൻക്ലൂഡ് ഹൈറ്റ്, ഒരു കുട്ടിയുടെ ഹൈറ്റ്, ആ കുട്ടിയുടെ വെയിറ്റ്, ആ കുട്ടിയുടെ ബ്രെയിന്, ഹാർട്ട്, ലങ്സ് ആൻഡ് അതർ ബോഡി ഓർഗൻസ്. ഓക്കെ, they are responsible for the physical growth and maturation of the body അല്ലെ? ഒരു കുട്ടിയുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ജനറ്റിക്സ്, ജീൻ എന്ന് പറയുന്നതാണ് വളരെ പ്രധാനമായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് അല്ലെ? ഒരു കുട്ടിക്ക് കൃത്യമായിട്ടുള്ള വളർച്ച ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ പല പല ഡെവലപ്മെന്റ് അത് ബാധിക്കും. ഓക്കെ, ഇപ്പോ കാല് കൈ വളർച്ച കുറച്ച് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് സ്പോർട്സിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂല. സൈക്കോമോട്ടർ സ്കിൽസ് അവിടെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, റൈറ്റ്? അതുപോലെ തന്നെ ബ്രെയിന് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത കുട്ടി, ജനറ്റിക്കലി ആ കുട്ടിക്ക് എന്താണ് ബ്രെയിൻ ഗ്രോത്ത് ഇല്ലാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്താണ് ചിന്തിക്കാനും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അത് പലതരത്തിലുള്ള മെന്റൽ ഇഷ്യൂസിൽ കുട്ടി എന്ത് ചെയ്യും? ആ ഒരു സിറ്റുവേഷനോട് പോകുന്ന ഒരു സാഹചര്യം വരും, റൈറ്റ്? അതാണ് ബയോളജിക്കൽ പ്രോസസ് എന്ന് പറയുന്നത്. ജീൻസ് വഴി ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സുകൾ ഉണ്ട്. അതൊക്കെ എന്താണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആണെന്നുള്ളതാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ ഞാൻ പലപ്പോഴും പല സ്ഥലങ്ങളിൽ ബി എഡുമായി ബന്ധപ്പെട്ട ഒരുപാട് ടോപ്പിക്സുകൾ ഞാൻ കാണാറുള്ള 2 ടേംസുകൾ ഉണ്ട്. അതുകൂടി നമുക്ക് ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ജീൻസിൽ തന്നെ 2 തരത്തിലുള്ള ജീൻസുകൾ ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വെച്ചാൽ മതി. ചിലപ്പോൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ട് വരാം. 2 തരത്തിലുള്ള ജീൻസുകൾ ഉള്ളത് എന്താണ്? ഒന്ന് ജിനോടൈപ്പും അതുപോലെ തന്നെ ഫെനോടൈപ്പും. ഓക്കെ, ഇതെന്താ നമുക്ക് നോക്കാം. Genotype is the set of genes you inherit from your parents. It is your genetic blueprint and cannot be seen directly അല്ലെ? ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് എന്താണ് ഡയറക്ട്ലി പാരന്റ്സിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യപ്പെടുന്ന ജീൻസിനെ വിളിക്കുന്ന പേരാണ് ജിനോടൈപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അതേ സമയത്ത് ഫെനോടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദി ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പേഴ്സൺ. ഇറ്റ് ഈസ് ദി റിസൾട്ട് ഓഫ് യുവർ ജീൻസ് ഇന്ററാക്ടിങ് വിത്ത് ദി എൻവിറോൺമെന്റ്. ഞാൻ പറഞ്ഞുതരാം, ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും എന്താ എന്നുള്ളത്. ഒരു പാരന്റിന് 2 ട്വിൻസ് മക്കൾ ഉണ്ടാവുകയാണ്. ഓക്കെ, ഒരാള് അരുൺ, ഒരാൾ എന്താണ് വരുൺ. ഫൈൻ. ഈ അരുൺ എന്ത് ചെയ്യാണ്? ജനിച്ചിട്ട് പാരന്റ്സിന്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. ഓക്കെ, പാരന്റ്സിന്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ അരുൺ എന്താണ് കൃത്യമായിട്ടുള്ള ഫുഡ്, ഓക്കെ, സ്ലീപ്പ് എല്ലാം എന്ത് ചെയ്യാണ് വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയാണ്. ഓക്കെ, അങ്ങനെ അരുൺ എന്ത് ചെയ്യാണ്? ആ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടിയിട്ടുള്ള ജീൻസ് വളരെയധികം എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് അത് കൃത്യമായിട്ട് അയാളുടെ ലൈഫിൽ കാണുകയാണ്. വരുണും എന്താണ് അതേ അച്ഛൻ്റെ അമ്മേന്റെ ജീൻസിനെയാണ് കിട്ടുന്നത്. പക്ഷെ വരുൺ എന്താ അയച്ചു? അവര് ഒരു ബോർഡിംഗ് സ്കൂൾ അയച്ചു. ബോർഡിംഗ് സ്കൂൾ അയച്ചതുകൊണ്ട് തന്നെ അവിടെ എന്താണ്
ഫുഡ് കൃത്യമായിട്ട് കുട്ടി കഴിക്കുന്നില്ല, കൃത്യമായിട്ട് സ്ലീപ്പ് നടക്കുന്നില്ല, അങ്ങനെ ആ കുട്ടിയുടെ എൻവിറോൺമെന്റ് എന്ത് ചെയ്യുന്നു, കുട്ടിനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടി വലുതാവുമ്പോൾ എന്താണ്, ആ ജീന് കറക്റ്റ് ആയിട്ട് വരുണിന്റെ ശരീരത്തിൽ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോ ജിനോടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് പാരന്റ്സ് നമുക്ക് ജനിക്കുമ്പോൾ തന്നെ കിട്ടും. അരുണും വരുണും അത് കിട്ടി. ഫെനോടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ വ്യക്തിയുടെ എൻവിറോൺമെന്റ് ആണ്. ഓക്കെ, ആ എൻവിറോൺമെന്റും ജനോടൈപ്പും ഫെനോടൈപ്പും കൂടി എഡീഷൻ ചെയ്താൽ മാത്രമാണ് എന്ത് സംഭവിക്കുള്ളൂ, കുട്ടിക്ക് കൃത്യമായിട്ടുള്ള ഒരു വളർച്ച സംഭവിക്കുള്ളൂ. വരുൺ എന്താണ്, അവിടെ ജനോടൈപ്പ് കിട്ടിയിട്ടുണ്ട്, അച്ഛന്റെ അമ്മന്റെയും ജീൻസ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അവന്റെ എൻവിറോൺമെന്റ് എന്തായിരുന്നു, ഫെനോടൈപ്പ് എന്തായിരുന്നു, വളരെയധികം മോശമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ജീൻസ് കൃത്യമായിട്ട് ആ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ജെനോടൈപ്പ് എന്ന് പറയുന്നതും അതിന്റെ കൂടെ എൻവിറോൺമെന്റും കൂടി ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് എന്ത് സംഭവിക്കുള്ളൂ, ഫെനോടൈപ്പ്, വാട്ട് യു ആക്ച്വലി ബിക്കം, റൈറ്റ്. നമ്മളെ ആക്ച്വലി ബിക്കം സംഭവിക്കണം എന്നുണ്ടെങ്കിൽ ജെനോടൈപ്പും എൻവിറോൺമെന്റും ഫേവർ ആയിരിക്കണം. ഓക്കെ, ഇതാണ് എന്ത് നിങ്ങൾ ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കേണ്ട വളരെ ബേസിക് ആയിട്ട് കാര്യങ്ങൾ. ജസ്റ്റ് പറഞ്ഞു പോയത്, ഞാൻ ഇതിന്റെ കൂടെ പറയുമ്പോൾ അതും കൂടി പറഞ്ഞു പോകാന്ന് കരുതിയിട്ടാണ്. നെക്സ്റ്റ് ആണ് രണ്ടാമത്തെ ഫാക്ടർ ആണ് എന്ത്, കോഗ്നിറ്റീവ് പ്രോസസ്. എന്താ നമുക്ക് നോക്കാം. കോഗ്നിറ്റീവ് പ്രോസസ്സസ് ആർ റിലേറ്റഡ് ടു തിങ്കിങ് ആൻഡ് മെന്റൽ ആക്ടിവിറ്റീസ്. ദേ ഇൻക്ലൂഡ് ലേണിംഗ്, പെർസെപ്ഷൻ, അറ്റൻഷൻ, മെമ്മറി, റീസണിങ്, പ്രോബ്ലം സോൾവിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ഈ പറയപ്പെടുന്ന കോഗ്നിറ്റീവ് പ്രോസസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, തിങ്കിങ് ആൻഡ് മെന്റൽ ആക്ടിവിറ്റീസ് ഒരു മനുഷ്യന്റെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്നുണ്ട്. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ എഫിഷ്യന്റ് ആയിട്ട് ലേൺ ചെയ്യാൻ പറ്റണം, വളരെ എഫിഷ്യന്റ് ആയിട്ട് പെർസീവ് ചെയ്യാൻ പറ്റണം, അല്ലെ, നല്ല അറ്റൻഷൻ വേണം, നല്ല മെമ്മറി കപ്പാസിറ്റി വേണം, നല്ല റീസണിങ് സ്കില്ല് വേണം, പ്രോബ്ലം സോൾവിങ് സ്കില്ല് വേണം, അതുപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റിയും ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും വേണ്ടുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഫക്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, ആ കുട്ടിയെ ഡെവലപ്മെന്റിനെ വളരെ സാരമായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് കൂടുതലും ഈ സ്കൂൾ ലെവലിലൊക്കെയാണ് നമ്മൾ ഈ കൂടുതലും ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ലാക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സ്കൂൾ ഡെവലപ്മെന്റിൽ എന്താണ്, സ്കൂളിൽ ആ കുട്ടിക്ക് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ്. Okay, these process help individuals understand, learn from and interact with the world around them. Okay, ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഈ കാര്യങ്ങൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ലോകവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, ഒരു പുറത്തുള്ള എൻവയോൺമെന്റുമായിട്ട് ലോകവുമായിട്ട് ആ കുട്ടിക്ക് കറക്റ്റ് ആയിട്ട് മിങ്കിൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ ഉണ്ടാകണം. ഇത് ഈ ഡെവലപ്മെന്റ് കൃത്യമായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ആ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫൈൻ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത്, സോഷ്യോ ഇമോഷണൽ പ്രോസസ്സസ്. ഓക്കെ, എന്താണ് സോഷ്യോ ഇമോഷണൽ പ്രോസസ് നമുക്ക് നോക്കാം. ഇത് കൂടുതലും ഈ പറയപ്പെടുന്ന ഒരു എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ്. ഓക്കെ, സോഷ്യോ ഇമോഷണൽ പ്രോസസ് ഇൻവോൾവ്സ് ചേഞ്ചസ് ഇൻ ഇമോഷൻസ്, പേഴ്സണാലിറ്റി ആൻഡ് റിലേഷൻഷിപ്പ് വിത്ത് അതേഴ്സ്, അല്ലെ. അതായത് ഒരു കുട്ടിയുടെ ഇമോഷനും അവന്റെ പേഴ്സണാലിറ്റിയും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ്, ഇതും വളരെയധികം എന്താണ് ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിനെ ബാധിക്കുന്ന ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്. ഓക്കെ, ദേ ഇൻഫ്ലുവൻസ്, എങ്ങനെയാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നത്, ഹൗ എ പേഴ്സൺ എക്സ്പ്രസ് ഫീലിംഗ്സ്, ഡെവലപ്പ് സോഷ്യൽ സ്കിൽസ് ആൻഡ് ബിൽഡ് റിലേഷൻഷിപ്പ്. അല്ലെ, പല കുട്ടികളും എന്താണ്, ഞാൻ ആസ് എ ഫാക്കൽറ്റി ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ചില കുട്ടികൾ അവർ ഇമോഷൻസ് പറയാൻ ഭയങ്കര മടിയാണ്. ഓക്കെ, അത് ആ കുട്ടിക്ക് ആ ഒരു സ്കില്ല് എവിടെയൊക്കെയോ ലാക്ക് ചെയ്തത് കൊണ്ടാണ്, അല്ലെ. സങ്കടം ഉണ്ടെന്നെങ്കിൽ പറയാൻ ബുദ്ധിമുട്ടാണ്, പേരൻസിനോട് പറയൂല, പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിനോട് പറയില്ല, ഫ്രണ്ട്സിനോട് പറയില്ല, മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കും, അത് പിന്നീട് വലിയൊരു പ്രശ്നമായിട്ട് മാറും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇമോഷൻസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് എന്താണ്, വളരെ പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. അത് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഡെവലപ്മെന്റിനെ വളരെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഒരു ബന്ധം എങ്ങനെ കൊണ്ടുപോകണം, ഓക്കെ, അത് സുഹൃത്ത് ബന്ധം എങ്ങനെ കൊണ്ടുപോകണം, ഓക്കെ, അങ്ങനെ എല്ലാ, പിന്നെ ഫാമിലി ബന്ധം എങ്ങനെ കൊണ്ടുപോകണം, എല്ലാം കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യോ ഇമോഷണൽ പ്രോസസ് എന്താണ്, ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അതിന്റെ ഒരു എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എക്സാമ്പിൾസ് എന്തിനാ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ പിന്നീട് നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പോകാനും വേണ്ടിയിട്ടാണ്. ഫൈൻ, ഇതാണ് നമുക്ക് എന്ത് ഈ ഒരു ഭാഗത്ത് നോക്കാനുള്ളത്, വാട്ട് ആർ ദി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ്, എന്താണ് ഡെവലപ്മെന്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് എനിക്കറിയാം, പക്ഷെ എന്നാലും ഡെവലപ്മെന്റിനെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ഡൗൺ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, കാരണം എക്സാമിനേഷൻ പെർസ്പെക്റ്റീവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാവുന്നതാണ്. ഓക്കെ, ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് ലൈഫ് ലോങ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്, അല്ലെ. അതായത് പ്രായഭേദമന്യേ എല്ലാ മനുഷ്യരിലും ഡെവലപ്മെന്റ് എന്താണ് എല്ലാ കാലത്തും നടന്നുകൊണ്ടേയിരിക്കും. അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്
നമ്മുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരൊക്കെ ഇപ്പൊ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടി പഠിച്ചു. സ്മാർട്ട് ഫോൺ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള യൂട്യൂബ് എങ്ങനെ സെർച്ച് ചെയ്യണം, ഫേസ്ബുക്കിൽ എങ്ങനെ ഷെയർ ചെയ്യണം, റൈറ്റ്? ഇതൊക്കെ ഡെവലപ്മെന്റിന്റെ ഭാഗമാണ്. അപ്പൊ പ്രായമായി അവർക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഡെവലപ്മെന്റ് ഈസ് എ ലൈഫ് ലോങ് ആക്ടിവിറ്റി, റൈറ്റ്? ഇറ്റ് സ്റ്റാർട്ട് ഫ്രം കോൺസെപ്ഷൻ ആൻഡ് കണ്ടിന്യൂസ് അൺടിൽ ഓൾഡ് ഏജ്. ജനനം മുതൽ ആ ഒരു പ്രായമായി മരണം വരെ ഒരു മനുഷ്യൻ എപ്പോഴും ഡെവലപ്മെന്റ് സാധ്യമാണ്. ഇറ്റ് ഡസ് നോട്ട് സ്റ്റോപ്പ് ആഫ്റ്റർ ചൈൽഡ്ഹുഡ് ഓർ അഡോളസൻസ്. ത്രൂ ഔട്ട് ദ ലൈഫ് പീപ്പിൾ എക്സ്പീരിയൻസ് ബോത്ത് ഗെയിൻസ് ആൻഡ് ലോസസ്, റൈറ്റ്? അതൊരു ക്യാരക്ടറാണ്. പിന്നെന്താണ്? ഡെവലപ്മെന്റ് ഈസ് മൾട്ടി ഡയറക്ഷണൽ ആണ്. ഓക്കെ, ഡെവലപ്മെന്റ് ഡസ് നോട്ട് ഓൾവേസ് മീൻസ് ഇംപ്രൂവ്മെന്റ് ഇൻ എവറി ഏരിയ. സം എബിലിറ്റീസ് മേ ഇൻക്രീസ് വൈൽ അതേഴ്സ് മേ ഡിക്രീസ് അറ്റ് ദ സെയിം ടൈം, അല്ലെ? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ചിലപ്പം ചില ഡെവലപ്മെന്റ് നമുക്ക് ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമോഷണലി വീക്ക് ആണെന്നുണ്ടെങ്കിൽ പോലും ആ കുട്ടിക്ക് ചിലപ്പം കോഗ്നിറ്റീവായിട്ട് ഭയങ്കര ബുദ്ധി ഉണ്ടാവും, അല്ലെ? ഇപ്പൊ അങ്ങനെ കുട്ടികളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഇപ്പൊ ഞാനിത് സംസാരിക്കുന്ന ടീച്ചേഴ്സിനോടായിരിക്കും, നിങ്ങൾക്ക് തന്നെ അറിയാലോ, അല്ലെ? ചില കുട്ടികൾ ഇമോഷണലി അത്ര ഓക്കെ അല്ലെങ്കിൽ പോലും അവർ നല്ല രീതിയിൽ പഠിക്കാൻ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. ഇനി തീരെ പഠിക്കാൻ പറ്റാത്തൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ പോലും ആ കുട്ടിക്ക് ഭയങ്കര സ്നേഹമായിരിക്കും എല്ലാവരോടും, റൈറ്റ്? അതാണ് മൾട്ടി ഡയറക്ഷനിലാണ്. ചിലപ്പോൾ ഒന്ന് കുറയാം ഒന്ന് കൂടാം ഈ ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന ഓരോ ഫാക്ടേഴ്സുകൾ. ഓക്കെ, ഡെവലപ്മെന്റ് ഈസ് പ്ലാസ്റ്റിക്. മറ്റേ നമ്മുടെ പ്ലാസ്റ്റിക് അല്ല കേട്ടോ, പ്ലാസ്റ്റിസിറ്റി എന്നാട്ടോ പറയാ. Plasticity means that people can learn new skills and improve their abilities throughout their life, right? അതൊന്നുമില്ല. ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ് നമുക്ക് ഏത് സമയത്തും ഏത് സിറ്റുവേഷനിലും നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അതായത് നമുക്ക് ഏത് ത്രൂ ഔട്ട് ലൈഫിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുതിയ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും, നമ്മുടെ എബിലിറ്റി നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനൊരു സ്റ്റോപ്പ് ഇല്ല എന്നുള്ള കാര്യമാണ് ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് എന്താണ്? ഡെവലപ്മെന്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ കണ്ടക്സ്റ്റ്. ഓക്കെ, നമുക്ക് ഈ ഒരു കണ്ടക്സ്റ്റ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യാവുന്നത് കുറച്ചും കൂടി ഡീറ്റെയിൽ നമുക്ക് നോക്കേണ്ടതുണ്ട്. അത് ഞാൻ വേറൊരു സെഷൻ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഡെവലപ്മെന്റ് ഈസ് എഫക്റ്റഡ് ബൈ എ പേഴ്സൺസ് ജനറ്റിക്സ്, ഫിസിക്കൽ എൻവയോൺമെന്റ്, ഫാമിലി, കൾച്ചർ, സൊസൈറ്റി, ഹിസ്റ്ററി ആൻഡ് ലൈഫ് ഇവന്റ്സ്. ഇത് നമുക്കൊരു ഗ്രാഫ് ഉണ്ട്, ഇതുപോലൊരു ഗ്രാഫ് ഉണ്ട്. ഈ ഗ്രാഫ് വെച്ചിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്ത് തരാം എങ്ങനെയാണ് ഒരു കണ്ടക്സ്റ്റ് ഡെവലപ്മെന്റിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, യാ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് സെഷൻ. ഇതാണ് നമുക്ക് ഇന്നൊരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഐ വിൽ ഓൾവേസ് എന്താ പറയുക എൻകറേജ് യു ടു ജോയിൻ ഇൻ അവർ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് ഗ്രൂപ്പിലോട്ട് വരും ജോയിൻ ചെയ്യുക. അവിടെ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഫെർദർ ആയിട്ട് ഡിസ്കഷൻസ് വേണോ, ഫെർദർ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട്സുകൾ ഷെയർ ചെയ്യാനും എല്ലാം നമുക്കൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാൻ ആ ലിങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതുകൊണ്ട് അതാരും മറക്കാതിരിക്കട്ടോ. യാ, അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടൊന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാ അഭിപ്രായവും അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും ജസ്റ്റ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സാർ ക്ലാസ് ഭയങ്കര ബോറാണെന്ന് പറഞ്ഞാൽ സാർ നിങ്ങൾ ജസ്റ്റ് കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഓക്കെ, യാ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേസ് സെഷൻ. സോ വിൽ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ആൻഡ് താങ്ക്സ് എവരിവൺ.